ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മുഖം കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ കുറേ കൂട്ടുകാർ നിങ്ങളൊന്ന് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ എനിക്ക് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നത് മടിയാണ്. ഇന്നലെ പിന്നെ നമ്മൾ ഹോം ഷോപ്പിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിലെല്ലാവരും മുഖം കാണിച്ചതിൻ്റെ മുഖം മാത്രം കാണിക്കാതെന്ന ഒരു മോശമല്ലേ? അവരൊക്കെ പറയും ചെയ്യും നിങ്ങളെ മുഖം മാത്രം കാണിക്കില്ല ഞങ്ങളെ കാണിക്കും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മുഖമൊക്കെ കാണിച്ചാണ് കേട്ടോ. പിന്നെ നമ്മളെ ഗിവ് അവേ വിന്നറെ ഗിഫ്റ്റ് ചെയ്യാൻ ഒന്ന് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കൊറിയർ അയക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒരാളെ അഡ്രസ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഒരു ഫോൺ നമ്പർ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്പർ കിട്ടാഞ്ഞാൽ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റില്ല, ഓരോ മൊബൈൽ നമ്പർ വേണം കേട്ടോ. അത് കിട്ടിയിട്ടുണ്ട്. ആരിഫ് അമീൻ എന്നുള്ള ഐ ഡി എന്നുള്ള അവരിത് കിട്ടിയിട്ടുണ്ട്. അവരുടെ മൊബൈൽ നമ്പറും അഡ്രസ്സും ഒക്കെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കൊറിയർ അയക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റൊരിതും കൂടെ കിട്ടുകയാണെങ്കിൽ രണ്ടും ഒപ്പം അയക്കായിരുന്നു. വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നമ്മളെ ബാവുക്കാക്കൂൻ്റെ നമ്പർ ആ ഒരു കമൻറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തതിന് അയക്ക് മെസ്സേജ് അയച്ചാൽ മതി, എൻ്റെ നമ്പർ ഒരു പറഞ്ഞുതരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. സന്തോഷമുള്ളൊരു കാര്യം വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ചാണ്ട് തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടുപൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതാ പുട്ടുപൊടിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ തേങ്ങയും പുട്ടുപൊടിയൊക്കെ ഇതാ പുട്ടുകുറ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ തൂക്കിൽ വെള്ളം വെച്ചിന്. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ ഇതാ പുട്ടുകുറ്റി കഴിയുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കടലക്കറിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിക്ക് തേങ്ങ അരച്ചൊഴിച്ച് കൊടുത്താൽ മതി. പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പം എളുപ്പമാണ്. പുട്ടിന് എളുപ്പത്തിൽ ആവി വരുമല്ലോ, പെട്ടെന്ന് കഴിയും പുട്ടുണ്ടാക്കൽ. അപ്പോൾ ഇതാ പുട്ടിന് ആവിയൊക്കെ വന്ന് ഞാനൊരു വാഴൻ്റെലൊക്കെ വിരിച്ചു കൊടുത്തിന് കേട്ടോ. ഇപ്പോൾ പുട്ടൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കറിയും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിക്ക് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ തേങ്ങ അരച്ചതായിക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. പിന്നെ ഇതാ കുക്കറത്തെ കറിയും അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കടലക്കറിയും റെഡിയായി, നമ്മൾ പുട്ടും റെഡിയായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയി. എത്ര പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ. അപ്പോൾ പുട്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. വെറുതെ ഒരുപാട് ഉണ്ടാക്കിയാലൊക്കെ വേസ്റ്റ് ആവും. കുട്ടികൾക്കൊക്കെ സ്കൂളുള്ള ദിവസം ആകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് മതി. പോകുമ്പം കഴിക്കണത് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ സ്കൂളിട്ട് വന്നാലൊന്നും ഇതൊന്നും വേണ്ടി വരില്ല. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും. അപ്പോൾ ഞാനിതാ പുട്ടൊക്കെ ഒരു കഷ്ണം എടുത്തിട്ട് കുറച്ച് കറിയൊക്കെ ഒഴിച്ചതാ മഞ്ജുമോൾക്ക് ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ജുമോൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. പിന്നെ ആ ഒരു സമയമൊക്കെ അപ്പോഴത്തേന് ചോറും വന്നിട്ടുണ്ടേന്. അപ്പോൾ ചോറൊക്കെ ഇതാ ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിക്കണം കേട്ടോ അടുപ്പ് കത്തിച്ചിട്ട്. മറ്റേത് ആദ്യം വെറും അടുപ്പത്ത് തന്നെയാണ് കുക്കിങ്. ഇപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് കുറേ ദിവസമായിക്കണം. പിന്നെ വിറകും ഒന്നാമത് വലിയ വിറകൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ ചകിരി വിറക് കേട്ടോ ഞാൻ അധികം കത്തിക്കൽ. വലിയ വിറകൊക്കെ കാറ്ററിങ് ഉണ്ടാകുമ്പം നമുക്ക് ഈ ചകിരി ഒന്നും കത്തിച്ചിട്ട് കാര്യമില്ല. അപ്പം കുക്കിംഗ് ഒന്നും എളുപ്പം കഴിയില്ല. അപ്പം കാറ്ററിങ് ഉണ്ടാകുമ്പോഴാട്ടോ വലിയ വിറക് ഇപ്പോൾ എടുക്കൽ. അങ്ങനെ ചോറൊക്കെ ഊറ്റി വെച്ച് പിന്നെ മഞ്ജുമോൾക്ക് ഇതാ സ്കൂൾക്ക് കൊണ്ടുപോകാൻ കൂട്ടാൻ ഇതാ മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ ആയിട്ടുണ്ട്. മുട്ട ആയിട്ട് പിന്നെ ഞാൻ ആ ഒരു ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ കടലക്കറി ഉണ്ടാക്കിനല്ലോ അതിന് കുറച്ച് കടലെടുത്തിട്ട് പിന്നെ ആ വെളിച്ചെണ്ണയിലൊന്ന് തൂമിച്ചാണ്ട് പിന്നെ അങ്ങനെ വരട്ടുന്ന രൂപത്തിലാക്കിയാണ്ട് ചോറ്റുപാത്രത്തിൽ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അത്. ആ കറിയിൽ തന്നെ ഇങ്ങനെ എടുക്കാണ്ട് അച്ഛക്ക് ചോറ്റുപാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഇതേപോലെ ഒന്ന് വരട്ടിയ രൂപത്തിലാക്കിയിട്ടാകുമ്പോൾ രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ചോറൊക്കെ ഒരു പാത്രത്തിലാക്കി പിന്നെ മുട്ടയും വെച്ച് കൊടുത്തു. പിന്നെ ഇതാ നമ്മളെ കടല വരട്ടിയതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. കാബേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് എന്നും കാബേജ് തന്നെയാണ്. അപ്പോൾ ഇനി എന്നും അതന്നെ ആക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ മുട്ട പൊരിച്ചതും കടല വരട്ടിയതൊക്കെ ഓളെ ചോറ്റുപാത്രത്തിലാക്കി അങ്ങനെ ഓൾക്ക് ചോറൊക്കെ ആക്കി കൊടുത്തു. പിന്നെ നമുക്ക് ഇന്നലെ കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ ഹോം ഷോപ്പിൻ്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഗിഫ്റ്റ് കിട്ടി എന്നുള്ളത് പറഞ്ഞിട്ടില്ലേനോ. എനിക്ക് ഒറ്റക്കല്ല ഞങ്ങളെല്ലാ സെയിൽസിമാർക്കും ഉണ്ട് കേട്ടോ ഗിഫ്റ്റ്. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്തിട്ടില്ലേനി. അപ്പോൾ മക്കൾ പറയുന്നുണ്ട് ഉമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ട് അതെന്താണെന്ന് നോക്കാനും കൂടി ഉമ്മച്ചിക്ക് ഇത്രയും നേരമായിട്ട് ആയിട്ടില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷയല്ലേ കാര്യം. ഉമ്മച്ചിക്ക് അതും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആകാംക്ഷയിലായിട്ടൊന്നുമല്ല, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേനെ കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഗിഫ്റ്റാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്റ്റീലിൻ്റെ നല്ലൊരു കാസറോളാണ്.
എൻ്റെ അടുത്തുള്ള കാസറോളൊക്കെ പുറം ഭാഗം പിന്നെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ, ഉള്ളു മാത്രമുള്ള ഒരു സ്റ്റീലിൻ്റെത്. അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമായിട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിനി. ഇനിയിപ്പോൾ നമുക്ക് നോമ്പൊക്കെ അല്ലേ വരുന്നത്, പത്തിരിയൊക്കെ ചുട്ടിടാനും അതേപോലെ എന്തെങ്കിലും എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചുട്ടിടാനും ചോറൊക്കെ ഊറ്റി വെക്കാനൊക്കെ നല്ലതാണ്, നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ നല്ല ഗിഫ്റ്റാണ് കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പം അത് എത്ര ചെറുതാണെങ്കിലും അത് ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഗിവ് അവേ വിന്നർ ഉണ്ടല്ലോ, പിന്നെ ആരിഫ് അമ്മി എന്നുള്ള ഐഡിയിൽ നിന്നാണ് നമുക്കിപ്പം ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ ആരും ഗിഫ്റ്റൊന്നും തന്നിട്ടില്ല, ഫസ്റ്റാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടണമെന്ന് നോക്കട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇത്താക്ക്. അപ്പോൾ അതേപോലെ എനിക്കും നല്ല സന്തോഷം കേട്ടോ, എൻ്റെ കൈ കൊണ്ട് ഒരു ഗിഫ്റ്റൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും ഗിഫ്റ്റ് ചെയ്യാൻ അയക്കുന്ന സമയത്ത് കാണിക്കണ്ട കേട്ടോ എന്താ കൊടുക്കണമെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അന്നത്തെ വീഡിയോ തന്നെ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ അതാ നമ്മളെ മീൻകാരൻ വന്നിട്ടുണ്ടേനി, അപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടേനി. ഇന്ന് ചെമ്പല്ലി മീനാട്ടോ കിട്ടിയത്, ചെമ്പല്ലി എന്നാട്ടോ ഞങ്ങളിതിന് പറയൽ. അപ്പോൾ ഓരെന്നെ ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടേനും. പിന്നെ ഒന്ന് കഴുകാനുള്ളതിന് അങ്ങനെ കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകും മസാലയൊക്കെ തേച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് കറി ഉണ്ടാക്കുന്നത് വെള്ളരിക്ക വെച്ചിട്ടാട്ടോ, വെള്ളരിക്ക കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളരിക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കി കട്ട് ചെയ്തൊക്കെ ഇതാ ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വിറകടുപ്പിലാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. നമ്മൾ അടുപ്പിൽ ഏതായാലും തീയും കനലൊക്കെ നല്ലോണം ഉണ്ട്, അപ്പോൾ അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ച് വെള്ളരിക്കൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 2 പച്ചമുളകും ഇതിൽ കരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അതും ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി എന്ത് കറിക്ക് ഇട്ടാലും നല്ല ടേസ്റ്റാണല്ലേ. അപ്പോൾ കറിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ളൊരു സംഭവമാണ് ചെറിയ ഉള്ളി. അപ്പോൾ അങ്ങനെ ചെറിയ ഉള്ളി അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള. പിന്നെ ഈ ഒരു കറിക്ക് കുറച്ച് പരിപ്പും കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ നല്ല കുറുകിയ കറിയായിട്ട് കിട്ടും കേട്ടോ. ഞാൻ അപ്പോൾ ഒന്ന് പരിപ്പ് ഇട്ടിട്ടില്ല, ഈ ഒരു വെള്ളരിക്ക മാത്രമാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള തേങ്ങയും ചിരകിയെടുത്ത് തേങ്ങയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഗ്യാസുമ്മൽ നമുക്ക് മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി വേവുമ്പോഴത്തേന് മീനും വെന്തോളും, അതിനാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കറിയൊക്കെ വെന്തിട്ട് ആ അടുപ്പത്ത് തന്നെ നമുക്ക് പിന്നെ മീനും പൊരിച്ചെടുത്താൽ മതി, നല്ല കനലുണ്ടാവും അടുപ്പിൽ. അപ്പോൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഗ്യാസുമ്മൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു മീൻ പൊരിക്കണ ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയ ചട്ടി തന്നെയാണ് കേട്ടോ. അത് ഒരുപാടായി, ഇത് ഫസ്റ്റ് നമുക്ക് കിട്ടിയ പാത്രം ഇതാണ് കേട്ടോ. എന്നാലും എത്ര കാലം കഴിഞ്ഞാലും പുതിയതായിട്ട് നിൽക്കും കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നോൺ സ്റ്റിക്കിൻ്റെ പോലെ ആയിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ പൊരിക്കുകയാണെങ്കിലും അങ്ങനെ അടിയിൽ പിടിക്കുക ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇൻഡസ് വാലിത്തെ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ കുറച്ച് വില ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ. നല്ല വെയിറ്റുള്ള നല്ല ചട്ടികളാണ് കേട്ടോ, നല്ല കനമുള്ള നല്ല ചട്ടികളാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ നമ്മൾ ചിക്കനാണെങ്കിലും മീനാണെങ്കിലും പിന്നെ ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്ത് ചട്ടിയിൽ നിന്നൊക്കെ വേറെ പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ എന്താ അറിയോ, ആ ഒരു ചട്ടിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ ഇരുമ്പിൻ്റെ ചുവ വരും കേട്ടോ. അതേപോലെ നിറവ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതില്ലാതെക്കാനാണ് അപ്പം തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നത്. പിന്നെ കറിക്ക് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് പിന്നെ ആ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ്ട് കറിയൊക്കെ തൂമിച്ചായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഇന്ന് ചോറിനുള്ള കൂട്ടാൻ ഇതാണ് കേട്ടോ, വെള്ളരിക്ക കറിയും പിന്നെ അതേപോലെ നമ്മളെ ചെമ്പല്ലി മീൻ ഫ്രൈ ചെയ്തതും. അങ്ങനെ പിന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞത് ആ ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ചോറ് വിളമ്പിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളരിക്കക്കറി എടുത്തിട്ടുണ്ട്. വെള്ളരിക്കക്കറി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പരിപ്പ് ഇട്ടിട്ടാകുമ്പോൾ ഒന്നും കൂടി കുറുകിയിട്ടാവും കേട്ടോ കറി ഉണ്ടാവുക. ഇതിപ്പോൾ കുറച്ചൊരു ലൂസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടോ, ഞാനും ചിഞ്ചുമോളും തന്നെ ഉള്ളതിനും ചോറ് കഴിക്കാനും. പിന്നെ അതാ മക്കൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കൂടെ കിച്ചണിക്ക് വന്നതാട്ടോ. അപ്പോൾ ചിഞ്ചുമോള് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിന്, അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ്. ഓളുണ്ടാക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ കൊണ്ടുവരുന്നത്. ഇത് ഞാൻ കഴിച്ചിട്ടില്ലേനും. ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ കൊണ്ടുവന്നതേന് കേട്ടോ. 2 എണ്ണം വാങ്ങിന്. ഒന്ന് കുട്ടികൾ നാൾ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്താണ്ട് കഴിച്ചപ്പോൾ അങ്ങനെ കഴിക്കാൻ ഒരു ടേസ്റ്റും ഇല്ല കേട്ടത്. ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേനും. പക്ഷേ ജ്യൂസ് അടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. എന്നാൽ അതിൻ്റെ പുറം ഭാഗമൊക്കെ കാണുമ്പോഴോ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പം വെറുതെ കഴിക്കാൻ ടേസ്റ്റ് ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല.
ഫസ്റ്റ് ഇവിടെ സ്കൂൾ വിട്ട് വരിക മഞ്ജുമോളാണ്, പിന്നെ വരിക ഐഫക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു രണ്ടാൾ വന്നിട്ടുണ്ട്, ഒരു രണ്ടാൾ മിച്ചറും ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ചിഞ്ചുമോളെ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കഴിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ കുട്ടികൾ. അപ്പോൾ ഇതാ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പാല് നല്ല ഐസിൻ്റെ കട്ടാണ് കേട്ടോ. അപ്പോൾ അതുമായിട്ട് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് പഞ്ചസാരയൊക്കെ ഇട്ടാണ്ട് അവൾ ജ്യൂസൊക്കെ അടിച്ച് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ചിഞ്ചുമോൾക്ക് ഇപ്പോൾ അസുഖമൊക്കെ കുറവുണ്ട് കേട്ടോ. ഞാൻ നാൾ പറഞ്ഞിരുന്നല്ലോ വയറുവേദനയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇൻഷാല്ലാ നാളെ അവൾ പോവും. പിന്നെ ഇതിൻ്റെ തലേ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ പാൽക്കപ്പയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാൽക്കപ്പയും ചോറും പിന്നെ അതേപോലെ 4 മണിക്ക് ചായയും കടി ഇതൊക്കെ എപ്പോഴാണ് നിങ്ങൾ കഴിക്കലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. ഞങ്ങൾ അങ്ങനെ പാൽക്കപ്പയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കൂല കേട്ടോ. പിന്നെ കുട്ടികൾ ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ ആകുമ്പം എപ്പോഴേലൊക്കെ വരുമ്പോഴല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു പറയുമ്പോൾ നമുക്ക് പറ്റുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ, ഇത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ആർഭാടായിട്ടൊന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതാ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പിന്നെ ജ്യൂസും അതേപോലെ മിച്ചറും ഒക്കെയാണ് കേട്ടോ 4 മണിക്ക്. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളില്ല അമ്മമാർക്ക് അറിയാം, ഹോസ്റ്റലിൽ നിന്ന് അവർക്ക് അങ്ങനെ അധികം ഫുഡും കാര്യങ്ങളൊന്നും കിട്ടൂല. ചോറൊക്കെ ഉണ്ടാവും, പക്ഷേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ വരണം. ഈ വിന്നർക്ക് കൊടുക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ ഇത്. ഫസ്റ്റിന് ഈ ഒരു സ്റ്റീലിൻ്റെ ചെറിയ കടായും സെക്കൻഡിന് നമ്മൾ ആ കാണിച്ച ദോശപ്പേന ഉണ്ടല്ലോ അതുമാണ് കേട്ടോ കൊടുക്കുന്നത്. മറ്റൊരു ഫോൺ നമ്പറും കൂടെ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ലാ നാളെ ഞാൻ അയക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, കൊറിയർ അയക്കണമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു സന്തോഷം പറഞ്ഞല്ലോ, ഞാനിതാ ഈ ഒരു സന്തോഷം കേട്ടോ പറഞ്ഞത്. നമ്മളൊരു വണ്ടി വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഒരു വണ്ടി വേണമെന്നുള്ളത്. പിന്നെ വണ്ടി ഇല്ലായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്. നമുക്കൊരു ജോലിയും കൂടെ ഒക്കെ ഉണ്ടായപ്പോൾ പിന്നെ നമ്മൾ സ്റ്റോക്ക് റൂമിലേക്ക് സാധനങ്ങൾ എത്തിയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ഓടണം കേട്ടോ. സ്റ്റോക്ക് റൂമൊക്കെ അടുത്ത് തന്നെയാണ്, പക്ഷേ ബസ്സിന് പോകാനുള്ള ദൂരമില്ല. പിന്നെ അതിനൊന്നും ഓട്ടോ വിളിച്ച് പോയാൽ മുതലാവില്ല. അപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് നടക്കണം. അപ്പോൾ ഞാൻ ഓടലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു വണ്ടിക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് നമുക്ക് വാങ്ങാനുള്ള എന്താ പറയുക വാങ്ങാനായത്. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ എല്ലാ സന്തോഷങ്ങളും നിങ്ങളായിട്ട് പങ്കുവെക്കണമല്ലേ ഞാൻ. അപ്പോൾ നിങ്ങളോടും കൂടെ പങ്കുവെച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ ചില കൂട്ടുകാരൊക്കെ കമൻറ്റിൽ എന്നോട് പറയലുണ്ട് നിങ്ങൾക്കൊരു വണ്ടി വാങ്ങിക്കൂടെ, സ്കൂട്ടി വാങ്ങിത്താന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോയിൽ കാണിച്ചതാട്ടോ. ഇനിയിപ്പോൾ ഞാൻ പൊങ്ങച്ചം കാണിച്ചെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വരരുത്. ഏതൊന്നും അല്ല കേട്ടോ, സെക്കൻഡ് ഹാൻഡാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്നാലും അൽഹംദുലില്ലാ നല്ല വണ്ടിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓട്ടി നോക്കി. അപ്പോൾ എനിക്ക് ലൈസൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ലൈസൻസ് എടുത്തിട്ട് വേണം ഇനിയിപ്പോൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. ലൈസൻസിനെ കൊടുത്തിക്കണ്. നേത്തി നാത്തൂനൊക്കെ ലൈസൻസ് എടുത്തിക്കണം കേട്ടോ. നാത്തൂന് കാറിനും സ്കൂട്ടിക്കൊക്കെ ഒപ്പെടുത്തിട്ടുണ്ടേന്. അപ്പോൾ ഓരോന്നും കൊടുത്തന്ന് ഞാൻ കൊടുത്തില്ല. എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലല്ലോ, ഞാൻ ആരുടെങ്കിലൊക്കെ ഓട്ടലല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് വണ്ടി കിട്ടട്ടെ എന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നിന്നതേനി. അപ്പോൾ അന്ന് തന്നെ കൊടുത്തേക്കാണെങ്കിൽ ലൈസൻസ് എനിക്കും കിട്ടീനി. പിന്നെ വണ്ടിയൊക്കെ ഞാൻ പഠിച്ചതിൻ്റെ ആങ്ങളാണ് കേട്ടോ വണ്ടിയൊക്കെ എന്നെ പഠിപ്പിച്ചത്. അതേപോലെ കാറും ഓട്ടാനും പഠിപ്പിച്ചിനി. ഇപ്പം അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അപ്പോൾ ഒക്കെ മറന്നേക്കും. സുബൈക്ക് നമ്മളവിടെ ഹൈസ്കൂളുണ്ട് കേട്ടോ, ഹൈസ്കൂൾക്ക് കൊണ്ടുപോകും ഇനി എൻ്റെ നാത്തൂനെയും. പിന്നെ ഒരു 5:30 ആവണ സമയത്ത്, ആ സമയത്തൊന്നും ആരും ഉണ്ടാവില്ല അങ്ങനെ ഗ്രൗണ്ടിലൊന്നും. അപ്പം അങ്ങനെ ആ ഗ്രൗണ്ട് കൊണ്ടുപോയി പഠിപ്പിച്ചതേന് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ ആയില്ല ഓട്ടിയിട്ട്, അപ്പം ഒരു ഇടങ്ങേറുണ്ട്. അപ്പം ഇനി റോട്ടിൽ കൂടെ ഓട്ടണമെങ്കിൽ കുറച്ച് എയിമാവണം. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അൽഹംദുലില്ലാ വണ്ടി കിട്ടി, സന്തോഷം. അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അല്ലേ ലൈസൻസ്